ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ടേസ്റ്റി വ്യൂസ്. ഇന്ന് നമുക്ക് ബീഫും കൂർക്കയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള ചേർക്കാം. സവാളയോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കൂടെ സ്പ്ലിറ്റ് ചെയ്ത 3 പച്ചമുളകും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിനോടൊപ്പം അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായി വാടിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് ചെറുതായി ഇളക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവ നന്നായി യോജിപ്പിക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. ഓരോരുത്തരുടെ എരിവിനാവശ്യമായ മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ഇവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടി മസാലയുമായി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ രീതിയിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. വെള്ളം തിളച്ചതിന് ശേഷം നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫും കൂർക്കയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് വേവിച്ച കൂർക്കയാണ് നമ്മൾ ഇതിനായി എടുത്തിരിക്കുന്നത്. ബീഫിൽ ചേർത്തിട്ടുള്ളത് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് എന്നിവയാണ്. ഇവയെല്ലാം ചേർത്ത് ഒരു തരി വെള്ളം ചേർക്കാതെ ഉരുളിയിലിട്ട് പറ്റിച്ച് എടുത്തിരിക്കുന്ന ബീഫ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ബീഫ് ഇങ്ങനെ ചെയ്ത് ചൂടാറിയതിനു ശേഷം പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ രുചി വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ചേർത്തിട്ടുള്ള മസാലയും ബീഫും കൂർക്കയുമായി നന്നായി യോജിക്കുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
നമ്മുടെ ഡിഷ് അല്പം ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായി കുറുകി പാകത്തിന് ഗ്രേവി ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ കറി കുറുക്കിയെടുക്കാം. ഇടയ്ക്ക് തുറന്ന് കറി അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ചൂടോടെ തന്നെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കൂർക്കയും ബീഫും എന്നത് നല്ലൊരു കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരേക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.